ഗാസ വെടിനിർത്തലിന് മണിക്കൂറുകൾക്ക് മുമ്പ് മുന്നറിയിപ്പുമായി ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസുമായുള്ള വെടിനിർത്തൽ താൽക്കാലികം മാത്രം, ആവശ്യമെങ്കിൽ പോരാട്ടം തുടരാൻ ഇസ്രായേലിന് അവകാശമുണ്ട് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. US നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണ തനിക്കുണ്ടെന്നും ബെഞ്ചമിൻ നെതന്യാഹു. ב-7 באוקטובר אויבינו ביצעו את הטבח האיום ביותר שנעשה לעם היהודי מאז השואה. אבל מתוך האסון הנורא הזה התגלתה העוצמה האדירה של רוח העם, והתגלתה גם הגבורה העילאית של לוחמינו. העוצמה הזאת היא שמובילה אותנו בנחישות להשיג את כל יעדי המלחמה שקבענו. להשיב את כל חטופינו, לחסל את היכולות הצבאיות והשלטוניות של החמאס, להבטיח שעזה לא תהווה יותר איום על המדינה שלנו. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിച്ചിരുന്നത്. വെടിനിർത്തൽ സാധ്യമാകാൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ള സന്ദേശം ലോകമെമ്പാടും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു ഇത് താൽക്കാലികം മാത്രമാണ്. ഹമാസിനെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള അർത്ഥത്തിലാണോ നെതന്യാഹു ഇത് പറയുന്നത്? അങ്ങനെ പറയുമ്പോൾ വെടിനിർത്തൽ ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കുമോ? ഐസൻ ജോസ്. വിനോദ്, വെടിനിർത്തലിനുള്ള ധാരണ ഇന്ന് നടപ്പിൽ വരുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനിടെയാണ് ഇത്തരത്തിൽ വളരെ കൃത്യമായൊരു നിലപാട് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയത്, മാധ്യമങ്ങളോടും അതുപോലെ തന്നെ പൊതുജനങ്ങളോടും വ്യക്തമാക്കിയത്, ഗാസയിലെ ആ ആക്രമണം നടത്തുന്ന ഹമാസിനെ അത്രയ്ക്കും പൂർണ്ണമായും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വിഭാഗമല്ല. അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ ആവശ്യമെങ്കിൽ വെടിനിർത്തലിൽ നിന്ന് പുറകോട്ട് പോകാനും കർശനമായ നടപടികളിലേക്ക് നീങ്ങാനുമുള്ള സാധ്യതയുണ്ട് എന്ന നിലപാട് തന്നെയാണ് അറിയിച്ചത്. ഇതിന് പശ്ചാത്തലം വളരെ കൃത്യമാണ്, നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അതായത് ഹൂതി വിമതരുടെ ചില നിലപാടുകൾ, ഹൂതി വിമതർ ആക്രമണം നടത്തുന്ന ചെങ്കടലിൽ ചില ആക്രമണങ്ങൾ നടത്തിയ റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. അത് ഹൂതി വിമതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അവകാശവാദം മാത്രമായാണ് ഇതുവരെ പുറത്തു വന്നത് എങ്കിൽ കൂടി ഇത്തരത്തിൽ ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഹൂതി വിമതരും ഈ സമാധാന ശ്രമത്തെ തകർക്കാനുള്ള ഒരു നീക്കങ്ങൾ നടക്കുന്നുവെന്ന കൃത്യമായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്ന് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഈ നിലപാട് വെടിനിർത്തൽ ധാരണകളെ പ്രതികൂലമായി ബാധിക്കില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്കിൽ കൂടി ഹമാസിനെ അന്തിമമായ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിരിക്കുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന അന്തിമ ലക്ഷ്യം തന്നെയാണ് തങ്ങൾക്കുള്ളത് എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് നിലവിൽ ഹമാസ് ഉള്ളത്. ബെഞ്ചമിൻ നെതന്യാഹു ഉള്ളത്. ഹമാസ് ഇസ്രായേലിൽ കടന്നു കയറി പല രീതിയിലുള്ള അതിക്രമങ്ങൾ നടത്തുകയും അത് പല രീതിയിലുള്ള ആക്രമണങ്ങൾ തുടരെ നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് അത്തരം ഒരു നീക്കം ഇനിയും ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ ഇത് ശാശ്വതമായ എന്നേക്കുമായ ഒരു വെടിനിർത്തലായി കണക്കാക്കാനാകില്ല എന്ന മുന്നറിയിപ്പ് തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഇന്ന് 8:30 പ്രാദേശിക സമയം 8:30 അതായത് ഭാരതീയ സമയം ഏതാണ്ട് 12:30 മണിയോടുകൂടി ബന്ദികളുടെ മോചനം സാധ്യമാകുമെന്ന ഒരു നിലപാടാണ് ഇന്നലെ വരെ പുറത്തു വന്നിരിക്കുന്നത്. ഇന്നത് സാധ്യമാകുമെന്ന പ്രതീക്ഷയാണുള്ളത്. കാരണം ഈ ബന്ദിമോചനത്തിന് 24 മണിക്കൂർ മുമ്പ് ഈ മോചിപ്പിക്കുന്നവരുടെ വിവരങ്ങൾ കൈമാറണമെന്നായിരുന്നു ധാരണ. പക്ഷെ ആ ധാരണ ലംഘിക്കപ്പെട്ടു എന്നുള്ളൊരു കാര്യമാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. ഈ വിവര കൈമാറ്റത്തിനുള്ള സമയം കഴിഞ്ഞു എന്നുള്ള കാര്യം കൂടി ഇസ്രായേൽ ആരോപിക്കുന്നുണ്ട്. അപ്പോൾ ശക്തമായ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഹമാസിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകുന്നതും. തീർച്ചയായും ബന്ദികളുടെ മോചന പട്ടിക തയ്യാറാക്കി നൽകണം എന്നൊരു ആവശ്യം ഇന്നലെ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ അത് സംബന്ധിച്ച ചില തർക്കങ്ങളെല്ലാം തന്നെ നിലനിന്നിരുന്നത് ഒരു വസ്തുതാപരമായ ഒരു പട്ടികയാണോ തങ്ങൾ നൽകുന്നത് എന്നത് സംബന്ധിച്ച ചില ആശയക്കുഴപ്പങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നു എന്ന ഒരു ആരോപണം വളരെ കൃത്യമായി ഇന്നലെ ഇസ്രായേൽ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ബന്ദികളുടെ മോചനം സംബന്ധിച്ച് ആരെയൊക്കെ എവിടെ നിന്നെല്ലാം മോചിപ്പിക്കുന്നു എന്നത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഒരു അവസാന ചുരുക്കപ്പട്ടിക നൽകണം എന്ന ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു ഇസ്രായേൽ എന്നതും വളരെ വസ്തുതാപരമായ ഒരു പ്രത്യേകത ഒരു ആവശ്യം തന്നെയായിരുന്നു. എന്നാൽ അക്കാര്യത്തിൽ ചില നിലപാടുകൾ കൃത്യമായി എടുക്കാനുള്ള ഒരു നീക്കം ഇവരുടെ ഭാഗത്ത് നിന്ന്, അതായത് ഈ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഹമാസ് വീണ്ടും ഈ വെടിനിർത്തൽ സാഹചര്യത്തിൽ വീണ്ടും അവർ പുനരൈക്യപ്പെടാനുള്ള അല്ലെങ്കിൽ ചിതറിക്കിടക്കുന്ന ഭീകര സംഘടനാ സ്വഭാവമുള്ളവരെ ഒന്നിപ്പിക്കാനുള്ള ഒരു നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നൊരു സംശയവും നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കർശനമായ നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട് ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ് എന്ന കാര്യത്തിലും തർക്കമില്ല.
മാത്രമല്ല ബന്ദികളുടെ പട്ടിക നൽകുന്നതിൽ വീഴ്ച വരുന്നു, അത് വൈകുന്നു എന്നതെല്ലാം തന്നെ വലിയൊരു പ്രശ്നമായി തന്നെ ഉയർന്നു വരുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, മണിക്കൂറുകൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത് മോചനത്തിനായുള്ള, അല്ലെങ്കിൽ ആദ്യഘട്ട മോചനത്തിനുള്ള മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നതിനെ ഹമാസിന്റെ ഭാഗത്ത് നിന്ന്, അതായത് ആത്മാർത്ഥമായ ഒരു മോചന ശ്രമങ്ങൾക്ക് അല്ലെങ്കിൽ സമാധാന ശ്രമങ്ങൾക്കുള്ള നീക്കങ്ങൾ ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്ന ഗൗരവതരമായ ഒരു പ്രശ്നം തന്നെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ശരിയാണ്. എന്തായാലും പോരാട്ടം തുടരാൻ ഇസ്രായേലിന് അവകാശമുണ്ട്. ഒരു ജനതയെ സംരക്ഷിക്കുക എന്നുള്ളത് അവിടുത്തെ പ്രധാനമന്ത്രിയുടെ കടമ തന്നെയാണ്. അത് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന. ഒപ്പം പശ്ചിമേഷ്യ സമാധാനം പുലരുമെന്നൊക്കെ നേരത്തെ പറഞ്ഞെങ്കിലും ഈ ഒരു സംഭവത്തോടു കൂടി അതൊരു പ്രതീക്ഷകൾ മങ്ങൽ ഏൽക്കുന്ന ഒരു പ്രതികരണം തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്.